പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ തൈപ്പൂയ മഹോത്സവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഭഗവാൻ ശിവന്റെയും പാർവതിയുടെയും മകനായിട്ടുള്ള ശ്രീ മുരുകൻ സുബ്രഹ്മണ്യന്റെ ജന്മദിനമാണ് തൈപ്പൂയമെന്നും അതുപോലെ തന്നെ വിവാഹ സുദിനമാണെന്നും തുടങ്ങി പല ഐതിഹ്യങ്ങളാണ് തൈപ്പൂയ ആഘോഷത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത്. കേരളവും തമിഴ്നാടും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു മതാഘോഷമാണ് തൈപ്പൂയം എന്ന് പറയുന്നത്. ഈ ദിവസത്തെ തുടർന്ന് ഭഗവാൻ ശ്രീ മുരുകൻ ഭക്തരുടെ ശരീരത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന വിശ്വാസത്തിന്റെ പുറത്ത് കാവടിയാടുകയും അതുപോലെ തന്നെ നാവിലും കവിളിലുമായിട്ട് ശൂലം കുത്തിയിറക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വേറിട്ട ആചാരമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തൈപ്പൂയ മഹോത്സവത്തിന്റെ വിശേഷങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോകാം.
നമസ്കാരം. എൻ്റെ പേര് രാജീവ് നാരായണ ശർമ്മ. കേരളപുരം ഇടവട്ടം പൂജപ്പുര സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മേൽശാന്തിയാണ്. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ കൊടിയേറി പുണർ നക്ഷത്രത്തിൽ ആറാട്ടോടെ കഴിയും. തൈപ്പൂയത്തിന് കാവടി ഘോഷയാത്രയോടുകൂടിയാണ് ഇവിടുത്തെ സമാപനം ഉണ്ടാകുന്നത്. രാവിലെ ഒരു 6 മണിയോളം തുടങ്ങുന്ന കാവടി ഘോഷയാത്ര 2 മണി 3 മണിയായാലും തീരില്ല, അത്രത്തോളം നീണ്ടു കിടക്കുകയാണ്. ഇവിടുത്തെ വിശ്വാസത്തിൻ്റെ ഒരു അതീതമായ പ്രഭാവമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 25ഓളം ദേശങ്ങളിൽ നിന്നാണ് ഇപ്രാവശ്യത്തെ കാവടി ഘോഷയാത്ര വരുന്നുള്ളത്. അത് ഇതേവരെ തന്നെ വന്ന് തീർന്നിട്ടില്ല. ബാക്കി ഇവിടുത്തെ വേലുകുത്ത് ആചാരങ്ങളെക്കുറിച്ച് ഇവിടെയുള്ള സ്വാമിമാരായിട്ടുള്ളവരുണ്ട്, ഗുരുസ്വാമിമാരായിട്ടുള്ളവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. നമസ്കാരം. എൻ്റെ പേര് ഉദയൻ. വർഷങ്ങളായിട്ട് അമർത്തി വേലുകുത്തുന്ന 40 ദിവസത്തെ വ്രതം എടുത്തും 20 ദിവസത്തെ വ്രതം എടുത്തും ഭക്തജനങ്ങൾ വേലുകുത്തുന്നത്. അത് വേലുകുത്തുന്നവർ ഷെഡ് കെട്ടി, ഓരോ ക്ഷേത്രങ്ങളിൽ ഷെഡ് കെട്ടി അവിടെയാണ് വേലുകുത്തുന്നത്. അവിടെ തന്നെയാണ് കിടക്കുന്നതും എല്ലാം. 40 ദിവസം വ്രതമാണ് എടുക്കുന്നത്. എന്നിട്ടാണ് തൈപ്പൂയത്തിന് അവർ ഇവിടെ വന്ന് വേലുകുത്തി അനുഗ്രഹിച്ച് വരുന്നത്. അത് വർഷങ്ങൾ കൊണ്ടേ നടക്കുന്നതാണ്. എനിക്കിപ്പോൾ കൂടുതൽ വർഷം 10-20 വർഷം കൊണ്ട് അറിയാൻ പറ്റുന്നുള്ളൂ. ഞാൻ അതിനു മുമ്പൊക്കെ വേലുകുത്തുണ്ടായിരുന്നു. അന്ന് പ്രായം ചെന്ന കക്ഷികളൊക്കെ ആയിരുന്നു അന്ന് വേലുകുത്ത്. അന്ന് പ്രായം ചെന്ന് കുറച്ച് കക്ഷികളെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ ആളുകൾ കൂടിയത്. ഞാൻ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ ഭാവിച്ചിട്ട് 40 വർഷമായി. ഈ 40 വർഷത്തിനിടയിൽ ഒരുപാട് ദുഃഖങ്ങളും സുഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകൾ നല്ലവരായതുകൊണ്ട് ഇത്രയൊക്കെ നല്ല രീതിയിൽ പോന്നു. പിന്നെ ഒരുപാട് കഷ്ടതകൾ അവരും അനുഭവിച്ചിട്ടുണ്ട്. കേൾക്കാൻ വയ്യാത്തതെല്ലാം കേട്ടിട്ടുമുണ്ട്. നല്ല ശക്തിയുള്ള ദേവന, വിളിച്ചാൽ വിളിയേക്കും. ആര് വിളിച്ചാലും അവരുടെ കൂടെ കാണും. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വർഷവും ഉത്സവത്തിന്റെ പിറ്റേന്ന് ഈ മണ്ണിൽ തന്നെ വീണ് എന്നെ രക്ഷപ്പെടുത്തി ഇത്രയാക്കി. ഇപ്പോഴും ഞാൻ ഈ ഉത്സവത്തിനും ഇവിടെ കയറാനുള്ള ഭഗവാൻ തന്ന് 3 വർഷം കൊണ്ട് ഞാൻ ആയില്ല. എന്നിരുന്നാലും എനിക്കാവുന്നിടത്തോളം കാലം, എൻ്റെ ജീവിതകാലം മൊത്തവും ഇവിടെ കഴിഞ്ഞുകൂടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പൂജപ്പുര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ മഹോത്സവം കൊല്ലം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ വേൽക്കാവടി അണിയുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ പോലും വേൽക്കാവടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഇവിടുത്തെ ഉപാസകമൂർത്തി എന്ന് പ്രതിഷ്ഠിച്ച അദ്ദേഹം പളനിയിൽ പോയി വേല് കുത്തിയപ്പോൾ അവിടുത്തെ ചൈതന്യം അദ്ദേഹത്തിനോടൊപ്പം കൂടുകയും പിന്നീട് അദ്ദേഹത്തിന് സ്വന്തമായുള്ള സ്ഥലത്ത് ആ ചൈതന്യത്തെ വെച്ച് ആദരിക്കുകയും ഇപ്പോൾ ഈ നാടിനാകെ, ഈ ഒരു വലിയൊരു പ്രദേശത്താകെ 10,000-കണക്കിന് ഭക്തജനങ്ങളുടെ അഭയകേന്ദ്രമായി പൂജപ്പുര ക്ഷേത്രം മാറിയിരിക്കുകയാണ്. ഇതാണ് രാവിലെ ഇന്ന് 6 മണി മുതൽ ആരംഭിച്ച കാവടി ഘോഷയാത്രയാണ്. ഏകദേശം ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള 30ഓളം ക്ഷേത്രങ്ങളിൽ നിന്ന് 1000-കണക്കിന് പേർ പങ്കെടുക്കുന്ന വലിയ ഘോഷയാത്രകൾ. ഇപ്പോൾ സമയം 2:30 ഇതുവരെയും തീർന്നിട്ടില്ല. 3 മണി 3:30 മാത്രമേ ഘോഷയാത്രകൾ പൂർണ്ണമായും ക്ഷേത്രത്തിൽ വന്ന് തീരുകയുള്ളൂ. അതൊരു ദേശീയ ഉത്സവമായി ഈ ഉത്സവം മാറിക്കൊണ്ടിരിക്കുകയാണ്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന, നിങ്ങൾ എന്ത് കാര്യം സാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുന്നിൽ അത് അപേക്ഷിച്ചാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് 100 പേർ അനുഭവസിദ്ധമേ വന്നുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ഈ ഭഗവാന്റെ ചൈതന്യം നാൾക്കുനാൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതായാണ് കാണാൻ കഴിയുന്നത്. എല്ലാവരുടെയും ഒരു അഭയ കേന്ദ്രമായി
ദുഃഖം അനുഭവിക്കുന്ന അശ്വരങ്ങൾക്കുള്ള അഭയ കേന്ദ്രമായി പൂജപ്പുര അമ്പലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഇവിടെ നടക്കുന്ന ഈ തൈപ്പൂയ ആഘോഷത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ 7 വർഷം കൂടി ഇരുന്ന ഉത്സവത്തിന് വേണ്ടി ഈ വർഷം ഞങ്ങൾക്ക് വലിയ സന്തോഷം. എന്താണ് തൈപ്പൂയം, ഇല്ലെങ്കിൽ എന്തിനാണ് തൈപ്പൂയം ആഘോഷിക്കുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തൈപ്പൂയം കാവടിയാട്ടവും ബാക്കിയുള്ള പരിപാടികൾ. കാവടിയാട്ടം ഇവിടെ ഏറ്റവും മുഖ്യമായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഭക്തര് മുരുകൻ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന വിശ്വാസത്തോടെ ശൂലം കുത്തുന്നതെന്ന് പറയാമോ? ശൂലം കുത്തുന്ന ഏറ്റവും കൂടുതൽ വിശ്വാസം എല്ലാവർക്കും. ഭഗവാൻ അനുഗ്രഹം, ഭഗവാൻ ഏറ്റവും കൂടുതൽ ശൂലം കുത്താം. എന്താണ് ഈ തൈപ്പൂയ മഹോത്സവം എന്നും എന്തുകൊണ്ട് തൈപ്പൂയ മഹോത്സവത്തിന് കാവടിയും അതുപോലെ തന്നെ ശൂലം കുത്തുന്നു എന്നതിനെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ? ഓർമ്മകാലം തൊട്ട് ഇത് കാണുന്ന ഈ കാര്യങ്ങള് ഇന്നും അന്നും എല്ലാം ഇത് കാണുന്നുണ്ട്. മുരുകന്റെ നാളിലുള്ള ഉത്സവമായത്. അന്നേരം എല്ലാരും പറവക്കാവടി ശൂലകുത്തും എല്ലാം ഉണ്ട്. വേറിട്ട മതാചാരങ്ങൾ വേറിട്ട വിശ്വാസങ്ങൾക്ക് കാരണമാകുന്നു. വേറിട്ട വിശ്വാസങ്ങളാണല്ലോ എപ്പോഴും നമ്മളുടെ കാണികൾക്ക് എപ്പോഴും പുതുമയേകുന്നത്. അത്തരത്തിൽ പുതുമ നിറഞ്ഞൊരു ആചാരത്തിന്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനിയും ഇതുപോലെയുള്ള കാഴ്ചകൾക്കായി കാത്തിരിക്കുന്നതുവരെ കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറാമാൻ ശ്രീകുമാറിനോടൊപ്പം മുസമില.